തിയേറ്ററിൽ നിന്നും ഒരു കിടിലൻ ത്രില്ലർ സിനിമ കണ്ടു എന്നുള്ള ഒരു സംതൃപ്തിയോടുകൂടി തന്നെ ഇറങ്ങിയ ഏറ്റവും പുതിയ മലയാള സിനിമ കിഷ്കിന്ധാകണ്ഠം. ദിൻജിത്തിന്റെ സംവിധാനത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ഒരു മലയാളം മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. സിനിമയ്ക്കുള്ളിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ വിജയരാഘവൻ, അതുപോലെ ആസിഫ് അലി, അപർണ ബാലമുരളിയൊക്കെ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ ഒരു പ്രമേയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിത്രത്തിലെ ഒരു സുപ്രധാന കഥാപാത്രമാണ് അപ്പു പിള്ള എന്നുള്ളത്. ആളൊരു എക്സ് മിലിറ്ററി ഓഫീസറൊക്കെയാണ്. ഇനി പ്രമേയത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം തുടക്കം തൊട്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇതിനെപ്പറ്റി ഒന്നും തന്നെ പറയാൻ ആഗ്രഹമില്ല. എങ്കിൽ കൂടി ഞാൻ പറഞ്ഞ ഈ അപ്പു പിള്ള എന്ന് പറയുന്ന കഥാപാത്രത്തിൽ കുറച്ച് നിഗൂഢതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുക. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു വൺലൈൻ ഇൻട്രോ ഒക്കെ പറഞ്ഞു. അത് തന്നെ സംഭവം. എനിക്ക് പേഴ്സണലി ഞാൻ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും കൊടുത്ത സിനിമയല്ല. അത്യാവശ്യം കൊള്ളാമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയില്ല, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സദ്യ പ്രതീക്ഷ കയറി എന്നാൽ കിടിലൊരു ബിരിയാണി കിട്ടി എന്നുള്ള ഒരു ഫീൽ നൽകിയ ഒരു സിനിമയെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ സിനിമയുടെ ഒരു സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്നുള്ളതിൻ്റെ സ്റ്റോറി തന്നെയാണ്. ബാഹുൽ രമേശാണ് സിനിമയുടെ സ്റ്റോറി കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ബ്രില്യൻ വർക്ക് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു റൈറ്റിംഗ് തന്നെയാണ് പുള്ളി ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത്. അത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ത്രില്ലർ സിനിമയുടെ ഒരു കഥാപരിസരമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂഡോ അല്ലായിരുന്നു ചിത്രത്തിൻ്റെത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പു പിള്ള എന്ന് പറയുന്ന ഒരു എക്സ് മിലിറ്ററി ഓഫീസർ, അദ്ദേഹത്തിന് ചുറ്റും കുറേ നിഗൂഢതകളുണ്ട്. അത് പ്രേക്ഷകരിലേക്ക് കുറേ സംശയാസ്പദമായിട്ടാണ് എത്തുന്നത്, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് തന്നെ അറിയാനൊരാഗ്രഹമുണ്ട്. നമുക്കറിയാം എന്തോ സംഭവമുണ്ട്, പക്ഷെ പിടിയൊന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലുള്ള ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തെ വെച്ചുകൊണ്ട് നല്ല രസകരമായിട്ടാണ് സിനിമ ഒരു 2 മണിക്കൂർ എഴുതി വെച്ചിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. അതുതന്നെയാണ് ആദ്യമേ ക്ലാപ്പ് കൊടുക്കുന്നത്. നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കാം. നമുക്ക് അറിയാമോ മുന്നോട്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം കേട്ടോ, ഇനി മുമ്പോട്ട് ഇതൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിച്ചിരിക്കും. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ പോയിട്ട് എന്തെങ്കിലും ഒരു ടേണയിലൊക്കെ വന്ന് നിൽക്കും. അങ്ങനെ നല്ല രസമായിരുന്നു. ത്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞത് മനസ്സിലായല്ലോ, അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സ്റ്റോറി എന്നുള്ളത് തന്നെയാണ് ആദ്യമേ പറയേണ്ടത്. ഞാൻ കൂടുതലായിട്ട് കഥയിലേക്കൊന്നും പോകുന്നില്ല, കാരണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അറിയാതെ നാവിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പോയിന്റ് വീട് പോകും. നിങ്ങൾ കണ്ടു തന്നെ അറിയാം. കൂടുതൽ പെർഫോമൻസ് വൈസിലും കിഡിൽ എക്സ്പീരിയൻസ് നൽകിയ ഒരു സിനിമയാണ്. എടുത്ത് പറയേണ്ടത് വിജയരാഘവനെ തന്നെയാണ്. കാരണം ത്രൂ ഔട്ട് അദ്ദേഹത്തിൻ്റെ ഒരു 1 മാൻ ഷോ എന്ന് തന്നെ ഈ സിനിമയെ പറയാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആ കഥാപാത്രത്തിന് ഫോക്കസ് ചെയ്തിട്ടാണ് സിനിമ 100% പോകുന്നത്. അപ്പം ആ ഒരു കഥാപാത്രത്തിൻ്റെ ആ ഒരു പിടികിട്ടാത്ത കുറേ വശങ്ങളുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷനാണ് ശരിക്കും എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത്. അപ്പം അത് അത്രത്തോളം ഫലിപ്പിച്ച് പ്രേക്ഷകരിലേക്ക്, അല്ലെങ്കിൽ പ്രേക്ഷകരെ തന്നെ നീയൊന്നും പെട്ടെന്നൊന്നും എൻ്റെ കഥാപാത്രം മനസ്സിലാക്കി എടുക്കേണ്ട എന്നുള്ള രീതിയിൽ അത്രയും നീറ്റായിട്ടാണ് പുള്ളി ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ കഥാപാത്രത്തിൻ്റെ ഒരു ഇമോഷൻസ് ആകട്ടെ, അല്ലെങ്കിൽ കഥാപാത്രത്തിന് കുറച്ച് സ്വഭാവ സവിശേഷതകളുണ്ട്, അതൊക്കെ ആകട്ടെ നല്ല നീറ്റായിട്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ചേക്കേറുന്ന രീതിയിലാണ് അദ്ദേഹം അഭിനയിച്ച് വലിപ്പിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയാൻ സാധിക്കും. കൂടാതെ ആസിഫ് അലി ആകട്ടെ, അപർണ ബാലമുരളിയാകട്ടെ, അപർണ ബാലമുരളിയുടെ കാര്യമൊക്കെ എടുത്തു പറയണം, നീറ്റായിട്ടുള്ള ഒരു പ്രകടനമാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ അശോകനുണ്ട്, ജഗദീഷുണ്ട്, അങ്ങനെ കുറേ താരങ്ങളുണ്ട്. ഒത്തിരി താരങ്ങളെന്ന് പറയാൻ സാധിക്കില്ല, ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള താരനിരകളൊക്കെയാണുള്ളത്. എല്ലാവരും നീറ്റായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. കൂടാതെ കുറേ പോലീസ് ഓഫീസേഴ്സൊക്കെ എത്തുന്നുണ്ട്, അവരുടെയൊക്കെ പ്രകടനം കിടുമായിരുന്നു എന്ന് പറയാൻ സാധിക്കും. പിന്നെ ടെക്നിക്കലി എടുത്തു പറയേണ്ടത് ബാഹുൽ രമേശ്, അദ്ദേഹമാണ് റൈറ്റർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് തന്നെയാണ് സിനിമാറ്റോഗ്രഫി കാഴ്ച ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നതെന്ന് പറയാൻ സാധിക്കും. കൂടാതെ സിനിമയുടെ BGMസും കാര്യങ്ങളൊക്കെ തന്നെ ഗംഭീരമായിരുന്നു കേട്ടോ. അത് ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു ഫീൽ നൽകുന്ന രീതിയിലുള്ള BGMസും കാര്യങ്ങളൊക്കെ ആയിരുന്നു സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത്. കൂടാതെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ നിങ്ങൾ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ കണ്ടില്ലായിരുന്നു, കുറേ മങ്കീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ സിനിമയുടെ ഒരു കഥാപരിസരത്തിൽ എത്തുന്ന ഘടകങ്ങളാണ്. അതൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ VFXൻ്റെ സഹായത്തോടെയാണെന്ന് ആദ്യം തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഡയറക്ടർ തന്നെ ആയിരിക്കും അത് കൈകാര്യം ചെയ്തിട്ടുണ്ടാകുക, അത് ദിൻജിത്ത്. കാരണം അദ്ദേഹം ഒരു ക്രിയേറ്റീവ് VFX ഡയറക്ടറാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇതായിരിക്കുമല്ലോ, കോൺട്രിബ്യൂഷൻ ആയിരിക്കും VFX വർക്ക് എന്നുള്ളത്. തീർച്ചയായിട്ടും അത് നീറ്റായിട്ട് വളരെ കൺവീൻസിങ് ആയിരുന്നു കേട്ടോ. നമുക്ക് VFX ആണെന്ന് പലയിടത്തും തോന്നില്ല, ചിലപ്പം റിയൽ ആയിട്ട് എടുത്ത് വെച്ചാണോ എന്നൊക്കെ എനിക്ക് ഡൗട്ടുണ്ട്. എന്നാലും പലയിടത്തും നമുക്കറിയാം VFX കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഗംഭീരമാക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഓവറോൾ പറയുമ്പോഴത്തേക്കും സിനിമ മിസ്റ്ററി ത്രില്ലർ സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും, അത്യാവശ്യം ക്രൈം ത്രില്ലർ സിനിമകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും, പിന്നെ സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും, ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറിയിലുള്ള സിനിമകൾ കാണുന്നവർക്ക് ധൈര്യമായിട്ടൊന്ന് തിയേറ്ററിൽ പോയി സമീപിക്കാൻ സാധിക്കുന്ന ഡീസൻറ്റ് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ചിത്രം തന്നെയാണിത്. ഓക്കെ, കാര്യമായിട്ട് നെഗറ്റീവ് ഒന്നുമില്ല, കാരണം നെഗറ്റീവ് ഒന്നും എന്തെങ്കിലും പറയാൻ വേണ്ടേ, അതുകൊണ്ടാണ്. എന്തായാലും ധൈര്യമായിട്ട് പോകും. അതും നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്ക് നമ്മുടെ വ്യൂവേഴ്സിനെ അറിയാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു താല്പര്യം എനിക്കറിയാം. ഏറിയ പങ്കും അല്ലെങ്കിൽ ഒരു 90-95% ഓഡിയൻസും എന്നുള്ളത് ത്രില്ലർ സിനിമകൾ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്.
തീർച്ചയായിട്ടും ഈ ചാനലിലുള്ളത്. അവർക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡേഷൻ കൂടി ചെയ്യുകയാണ്. ധൈര്യമായിട്ട് വെക്കോ. നിങ്ങളെ നിരുത്സാഹപ്പെടുത്താത്ത ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമയായിരിക്കും. എന്നും പറഞ്ഞ് ഇങ്ങനെ വാരി വിതറുമല്ല ഞാൻ ഓവർ എക്സ്പെക്റ്റേഷൻ, മറിച്ച് നിങ്ങൾ വലിയ എക്സ്പെക്റ്റേഷൻ കൊടുക്കാതെ തിയേറ്ററിലേക്ക് പോവുക, നല്ലൊരു സിനിമ കണ്ടിട്ട് ഇറങ്ങി വരിക. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. സിനിമയ്ക്ക് ഏറ്റവും കുറഞ്ഞതാണ് ഒരു 7.5 ഔട്ട് ഓഫ് ആണ് നൽകുന്നത്, 10-7.5. ഓക്കെ, എന്തായാലും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞേക്കണം. മറ്റൊരു സിനിമയുടെ വിശേഷം കാണാം. ടാറ്റ.